പുണ്യ റമദാനിലെ റഹ്മത്തിൻ്റെ 10 വളരെ പെട്ടെന്ന് കടന്നു പോവാണ് അല്ലേ. ഈ റഹ്മത്തിൻ്റെ 10 നമ്മളൊക്കെ നോമ്പ് പിടിക്കുന്നവരല്ലേ. ഈ നോമ്പ് മുഴുവൻ നമുക്കെതിരായി നമ്മെ ശപിക്കുന്നൊരവസ്ഥ ഉണ്ടായാലോ? മാദല്ലാ, എത്രമേൽ അപകടകരാണത്. നോമ്പ് പിടിച്ചിട്ട് അള്ളാൻ്റെ ശാപം വാങ്ങുന്ന ആളുകൾ. 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ റമദാൻ നമ്മളെ ശപിക്കും. ഈ റഹ്മത്തിൻ്റെ 10 നമ്മൾ പടച്ചോനോട് ഏറ്റവും കൂടുതൽ ചോദിക്കണത് എന്താ? അല്ലാഹുവേ, നിൻ്റെ കാരുണ്യം തരണേ അല്ലാ. കാരുണ്യത്തിൻ്റെ നോട്ടം പോലും കിട്ടൂല. 7 കാര്യങ്ങളുണ്ടോ അത് മാറ്റിവെച്ച് റമദാനിനെ പരിഗണിക്കാൻ കഴിയണം. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? ഒരുപാട് കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. പലരും അവരുടെ ജീവിതത്തിലുണ്ടായ ആ മനോഹരമായ അനുഭൂതികൾ പറയുന്നുണ്ട്, ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. എത്രയോ കമൻറ്റുകളിൽ വായിച്ചു, മനസ്സറിഞ്ഞ് അല്ലാഹുവിനെ സ്തുതിച്ച നിമിഷമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ പരമാവധി എല്ലാ കമൻറ്റുകളും ഞാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങാനും ഞാൻ കാണാതെ പോയാലും കരുണക്കടലായ റബ്ബ്, സ്വഭാവുൽ ഖൈർ നമുക്ക് തന്ന റബ്ബ്, അവനിതൊക്കെ കാണുന്നുണ്ട്, അവനതൊക്കെ വായിക്കുന്നുണ്ട്, അവൻ അതിനെല്ലാം ഉത്തരം നൽകുന്നുണ്ട്. അവൻ റബ്ബുൽ ആലമീനല്ലേ. ഉത്തരം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. പല ആളുകളും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ചെറുതാണെങ്കിലും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്യുന്നുണ്ട്. ചെറുതൊക്കെ ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ വലുതാകുന്നേ. കഴിയുന്നത് പോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ റിലീഫ് പദ്ധതി ഏറ്റെടുക്കുക. 2 പാവപ്പെട്ട മനുഷ്യർ, അവരെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കാൻ അത് മതിയല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ റമദാൻ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന നിമിഷമാണല്ലേ. ഒരുപാട് നന്മകൾ, കയ്യും കണക്കൂലാതെ നന്മകൾ ചെയ്യാൻ മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്ന സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. പക്ഷേ ആ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ റമദാൻ ശപിക്കാൻ പോലും കാരണമാകും, റമദാൻ എതിരാകാൻ കാരണമാകും. റമദാനെതിരായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും നമുക്ക് ശഫാഅത്ത് ചെയ്യൂല. മുത്തുനബി ശഫാഅത്ത് ചെയ്യാൻ വരുമ്പോൾ റമദാൻ പറയാം, നബിയെ ഞാനവനെതിരാട്ടോ എന്ന് പറഞ്ഞാൽ റമദാൻ എതിരായി കഴിഞ്ഞാൽ മുത്തുനബി പോലും ശഫാഅത്ത് ചെയ്യൂല എന്നാണ്. അത്രമേൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് റമദാൻ. അപ്പോൾ ആ റമദാനിനെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരാൻ 7 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളയണം. 7 കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ എതിരാണ്, റമദാൻ ശപിക്കും, നമ്മുടെ ജീവിതം തകരും. ഉറപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതാണ് ഒന്നാമത്തെ? നമുക്കൊന്ന് പഠിച്ചാലോ. 1, അനാദരവ് തന്നെയാണ്. റമദാനിനോട് അനാദരവുണ്ടോ, റമദാൻ ശപിക്കും, ഉറപ്പാണ്. മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ് നിനക്ക് റമദാനും. ഇപ്പോൾ റമദാൻ കുറച്ച് നോമ്പുകൾ കഴിഞ്ഞു, എന്നിട്ട് മാറ്റമൊന്നുമില്ല. പഴയ മാസങ്ങളെ പോലെ തന്നെ ഇങ്ങനെ റമദാൻ എന്ന് പറയുന്നൊരു മാസം പോകുന്നു, ഞാനിങ്ങനെ പട്ടിണി കിടക്കുന്നു എന്നതിൽ കവിഞ്ഞ് റമദാനിനോടൊരു പ്രത്യേക സ്നേഹമില്ല, റമദാനിനോടൊരു ബഹുമാനം തോന്നുന്നില്ല. പ്രശ്നമാണ് കേട്ടോ. കൂടുതൽ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒരു സമയത്തും അനാവശ്യം പറയരുത്. പ്രത്യേകിച്ച് റമദാനിൽ മോശമായിട്ടൊരു വാക്ക് പോലും പറയരുത് കേട്ടോ. ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. റമദാൻ മാസമായാൽ പോലും തെറി വിളിക്കുന്ന ആളുകളില്ലേ, ചീത്ത പറയുന്നവരില്ലേ, ഭാര്യയെ ചീത്ത വിളിക്കുന്നവരില്ലേ, മക്കളെ ചീത്ത വിളിക്കുന്നവരില്ലേ. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി എന്തെല്ലാം തോന്നിയാസങ്ങൾ ചെയ്തു കൂട്ടുക. പക്ഷേ റമദാൻ മാസത്തിലാകുമ്പോൾ ഒരു മാസത്തിലും ചെയ്യരുത്. പ്രത്യേകിച്ച് റമദാൻ മാസം നമുക്കെതിരാകാൻ അത് കാരണമാകുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി നോമ്പ് പിടിക്കാത്തവരാണെങ്കിലും ഞങ്ങൾക്ക് നോമ്പില്ല, ഞങ്ങൾക്ക് മെൻസസാണ്, അപ്പോൾ ഞങ്ങൾക്ക് കുറ്റം പറയാമല്ലോ, കുറവ് പറയാമല്ലോ എന്നൊക്കെയാണ്. ഇല്ല, ഈ മാസത്തോട് ഒരനാദരവും ഉണ്ടാകാൻ പാടില്ല, ഒരനാദരവും സംഭവിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്നറിയോ? ഏറ്റവും പേടിക്കേണ്ട സമയം ഒറ്റക്കാകുന്ന നിമിഷം. നാട്ടുകാരുടെ മുമ്പിലൊക്കെ എടി റമദാൻ മാസമാണ് മിണ്ടരുതൊക്കെ പറയും. ഒറ്റക്കാകുന്ന നിമിഷം എല്ലാ തോന്നിവാസവും നമ്മുടെ കയ്യിലുണ്ട്. ആ കയ്യിലുള്ള മൊബൈൽ വെച്ച് എന്തെല്ലാം ഹറാമുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിചാരം എന്താ? ഇതാരും അറിയില്ല എന്നാണോ? ഇതാരും അറിയില്ല എന്നാണോ? അള്ളാഹു ഇതെല്ലാം കാണുന്നില്ലേ? പടച്ചോൻ കാണുന്നില്ലേ? എത്രമേൽ ഗൗരവമാണത്. എന്തിനേറെ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ച് പറയുന്നുണ്ട്, നമ്മൾ ഇരിക്കുന്ന ഇടം, നമ്മൾ പിടിക്കുന്ന വസ്തുക്കൾ, ആ മൊബൈലാണെങ്കിൽ മൊബൈൽ, കിടക്കുന്ന തലയിണ, വിരിക്കുന്ന വിരിപ്പ്, അതുപോലെ കിടക്കുന്ന കട്ടിൽ, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോ സ്വിച്ചുകളും ഫാനുകളും ലൈറ്റുകളും, എല്ലാ അചേതന വസ്തുക്കൾ പോലും നമുക്കെതിരായിട്ട് പടച്ചോനോട് സാക്ഷി പറയുന്നൊരു ദിവസമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഓരോ അചേതന വസ്തുക്കൾ പോലും സാക്ഷി പറയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമളാൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആനിൻ്റെ മാസത്തെ നെഞ്ചോട് ചേർക്കണം. അനാദരവ് സംഭവിക്കുകയേ ചെയ്യരുത്. സൂക്ഷ്മത പാലിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത് മാറ്റി നിർത്തേണ്ട എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയമാണത്. പക്ഷേ എന്നിട്ട് നമുക്ക് മാറ്റമൊന്നുമില്ല. നമ്മളിങ്ങനെ നോമ്പ് പിടിക്കുകയാണ്, ഒരു കാര്യമില്ലടോ. കുടുംബബന്ധം മുറിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ നോമ്പ് കൊണ്ട് ഒരു കാര്യമില്ല. ഒരു മൺതരി എടുത്തു മാറ്റുന്ന ഒരു മഹത്വം പോലും നിങ്ങളുടെ നോമ്പിനില്ല. അത്രമേൽ അപകടമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കാൻ പോകുമ്പോൾ പറയണില്ലേ, കുടുംബബന്ധം മുറിച്ച് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എണീറ്റ് പോയിക്കോളണം, ദ്വാ അല്ലാഹു സ്വീകരിക്കൂല. ആരാ ദ്വാരക്കണേ? ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി ദ്വാരക്കുമ്പോഴും ആ ദ്വാ സ്വീകരിക്കാൻ തടസ്സമാണ് ആര്? കുടുംബബന്ധം മുറിച്ചൊരുത്തൻ അവിടെ ഉണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്ന് പറയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ എത്ര നോമ്പ് പിടിച്ചാലും നോമ്പ് അവനെ തിരിഞ്ഞുകുത്തും, നോമ്പ് അവന് പ്രതിസന്ധി ഉണ്ടാക്കും, അവൻ്റെ സ്വർഗം റമളാൻ തടയും. സുബ്ഹാനക യാ റബ്ബ്. റയ്യാനിലേക്ക് നമുക്ക് മനോഹരമായിട്ട് കടന്നു പോകണം. നമ്മുടെ വിചാരം എന്താ? റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയും, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാം, ഗ്രീറ്റിംഗ്സ്, അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയുണ്ട്, വേഗം പോന്നോ. അപ്പോഴാണ് ഈ തെറ്റൊക്കെ ചെയ്ത മനുഷ്യന്മാർ ഒളിച്ചു കടക്കാൻ നോക്കണത് അതിൻ്റെ അകത്തുകൂടെ. ഉടനെ അടുത്ത കൽപ്പന വരും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാസ്, നിൽക്കട അവിടെ, തെമ്മാടികളെ അവിടുന്ന് അനങ്ങിപ്പോകരുത്, വിറച്ച് നിന്നു പോകുമെന്നാണ്. സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല. കുടുംബബന്ധം മുറിച്ചിട്ട് തോന്നിവാസങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ നോക്കിയാൽ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅ, സ്വർഗത്തിലേക്ക് അവൻ കടക്കൂല കുടുംബബന്ധം മുറിച്ചവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പോയി മിണ്ടണം, വീണ്ടും പറയണം. അവർ മിണ്ടുവോ മിണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ ബാധ്യതയല്ലത്. അത് അവരും അല്ലാഹും തമ്മിലായിക്കോളും. നമ്മൾ മിണ്ടണം, നമ്മൾ സലാം പറയണം. അവർ മിണ്ടോ മിണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തേക്കണം. അവർ ചിരിക്കുക, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ചിരിക്കുക, നമ്മൾ സഹായിക്കുക. അവർ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടോ, നമ്മൾ തിരിച്ച് സഹായം ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ടത്. നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മൾ തിരിച്ച് പൈസ കൊടുത്ത് സഹായിക്കുക, നമ്മൾ തിരിച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സഹായിക്കുക. അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. അവർക്കേ റഹ്മത്ത് കിട്ടൂ, അവർക്കേ റമളാൻ കിട്ടൂ. എത്രമേൽ സൂക്ഷിക്കണം നമ്മൾ. മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങളുടെയൊക്കെ കുടുംബ ഗ്രൂപ്പിൽ നിർബന്ധമായിട്ടും ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാളെങ്കിലും നന്നായാൽ അത് മതിയില്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് പിണക്കങ്ങളുണ്ടോ, റമളാൻ നമുക്ക് ഗുണം ചെയ്യൂല. പിണക്കങ്ങൾ, അത് അയൽപ്പക്ക ബന്ധാകട്ടെ, കൂട്ടുകാരൊത്തുള്ള പിണക്കാകട്ടെ, അള്ളാൻ്റെ മാർഗത്തിൽ ചില ആളുകളോട് നമുക്ക് പിണങ്ങി നിൽക്കേണ്ടി വരും. ഇതൊന്നുമല്ല, ദുനിയാവിൻ്റെ കാര്യലാഭത്തിന് വേണ്ടി, നമ്മുടെ നെഫ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിണങ്ങി നിൽക്കുക. എന്നോട് ചിരിച്ചില്ല, എന്നെ കണ്ടപ്പോൾ എണീറ്റില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അതൊന്നൊരു വിഷയമല്ല. അള്ളാഹുവിനോട്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കല്ലാതെ പിണങ്ങി നിൽക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ റമളാൻ നിങ്ങൾക്ക് അനുകൂലമല്ല. നമ്മുടെ അയൽക്കാരൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇവൻ ഓക്കെയാണെന്ന്, എങ്കിലേ സ്വർഗത്തിൽ പോവുള്ളൂ. അത് ചിലപ്പോൾ അടുത്ത് നിൽക്കണ രാമൻ ചേട്ടനാണെങ്കിലും അന്തോണി ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും, നിങ്ങളുടെ അയൽക്കാരൻ അല്ലെങ്കിൽ അയൽക്കാരി അവർ സർട്ടിഫിക്കറ്റ് തന്നെ എങ്കിലേ സ്വർഗം കിട്ടൂ. അതേത് മതക്കാരനാണെങ്കിലും. മനസ്സിലാവുണ്ടോ? അപ്പോൾ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കണം. നാലാമത്തേത്, ചില കാര്യങ്ങൾ നമ്മൾ ലാഘവത്തോടെ കാണാറുണ്ട് ഈ മാസത്തിൽ. എല്ലാ മാസത്തെയും പോലെ തന്നെ റമളാനിലും ലാഘവത്തോടെ കാണുന്നൊരു സംഗതിയാണ് ഈ ഫോണിങ്ങനെ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹറാമായ പലതും വരൂലേ. ആ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുക. കണ്ണിൻ്റെ വ്യഭിചാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിനുണ്ട് വ്യഭിചാരം. ഈ കണ്ണും കയ്യും കാലും ഒന്നും സൂക്ഷിക്കാൻ പറ്റാതെ നിങ്ങൾ പട്ടിണി കിടന്നാൽ ആ പട്ടിണി അള്ളാഹ്ക്ക് വേണ്ടാന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ നിങ്ങളുടെ നോമ്പ് മുറിച്ച് കളയും എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാലും ആ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും കിട്ടാനില്ല, ഒരു കൂലി നിങ്ങൾക്ക് കിട്ടൂല.
4 കാര്യങ്ങൾ. ഒന്നേതാ? ഒന്ന് കുറ്റം പറയലാണ്. എല്ലാവരുടെയും കുറ്റം പറയാം. കുറ്റം പറയുന്നതിന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പച്ചയിറച്ചി തിന്നുന്നതിന് തുല്യമാണ്. പണ്ഡിതന്മാരെ സയ്യിദന്മാരെയൊക്കെ കുറ്റം പറഞ്ഞാലോ അത് വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഉസ്താദ് കുറ്റം പറഞ്ഞിട്ടില്ലേ? ഉസ്താദ് കുറ്റം പറഞ്ഞിട്ടില്ല. ചില ആളുകൾ, അത് തങ്ങളാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും, പരസ്യമായി തെറ്റ് ചെയ്താൽ പരസ്യമായി അതിനെ ജനങ്ങൾക്ക് ബോധവൽക്കരിച്ച് കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ കടമയാണ്. അങ്ങനെ പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവും. ഈ പറഞ്ഞത് അതല്ല. രഹസ്യമായി അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മളത് കണ്ടെത്തിയിട്ട് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈമാനും കൊണ്ട് റമദാൻ പോവും, കിട്ടൂല. എന്തിനേറെ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കലേ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ. എന്താ ക്ലാസ്? രാവിലെ റസൂലുള്ള എടുത്തുകൊണ്ട് പോയ ഹദീസുകൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴാണ് ഒരു മനുഷ്യൻ കുറച്ച് ഇറച്ചിയും കൊണ്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോണത്. ഇറച്ചിയും കൊണ്ട് പോകാൻ നബി തങ്ങളുടെ അടുക്കലേക്ക്. സ്വഹാബത്ത് ഇത് കാണുന്നുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു, എത്ര നാളായി നമ്മളൊക്കെ ഇറച്ചി കഴിച്ചിട്ട്, മുത്തുനബിയോട് ഇത്തിരി ചോദിച്ചു നോക്കാം, നമുക്കും കഴിക്കാമല്ലോ. ആര് ചോദിക്കും? സെയ്ദ് തന്നെ പോട്ടെ. എല്ലാവരും പറഞ്ഞു നമുക്ക് ക്ലാസ് എടുക്കുന്ന സെയ്ദ് തന്നെ പോയി ചോദിക്കട്ടെ. എല്ലാവരും കൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയിൽ നിന്ന് ഇറച്ചി വാങ്ങാനായിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്വഹാബി പറഞ്ഞു, ഈ സെയ്ദിന് എന്തിനിപ്പോൾ വേണ്ടാത്ത പണി? റസൂലുള്ള രാവിലെ ഇപ്പോൾ ക്ലാസ് എടുത്ത് പോയതല്ലേ, ഇനിയിപ്പോൾ സെയ്ദ് എടുക്കണോ? കുറ്റായിട്ടൊന്നും പറഞ്ഞല്ല, അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ചെന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് സലാം പറഞ്ഞു. ആ കൈയൊക്കെ ചുംബിച്ചിട്ട് മുത്തുനബിയോട് പറയാ, യാ റസൂലല്ലാഹ്, ഒരാൾ അങ്ങേക്ക് ഇറച്ചി കൊണ്ടുവരുന്നത് കണ്ടു. സ്വഹാബത്തിനൊക്കെ വല്ലാത്തൊരാഗ്രഹം, കുറേ നാളായി ഇറച്ചി കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് നബിയെ. അതിന് അവരിപ്പോൾ ഇറച്ചി കഴിച്ചുള്ളൂല്ലോ സ്വഹാബ, അവരിപ്പോൾ ഇറച്ചി കഴിച്ചുള്ളൂല്ലേ സെയ്ദേ? ആരാ പറയണേ? സെയ്ദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇറച്ചി കഴിച്ചു എന്നോ? ഇറച്ചി കിട്ടാത്തതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവർ ഇറച്ചി കഴിച്ചു എന്നാണല്ലോ നബി തങ്ങൾ പറയണേ. പക്ഷെ റസൂലുള്ളാഹി പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ തിരിച്ച് സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് വന്നു. നിങ്ങൾ ഇറച്ചി കഴിച്ചെന്നാണല്ലോ നബി തങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇറച്ചി കഴിച്ചു എന്നോ? നീ എന്താണ് വർത്താനം പറയണത് സെയ്ദേ? എന്ത് വർത്താനം നീ പറയണത്? ഒരുപാട് നാളായി നമ്മൾ ഇച്ചിരി നല്ല ഇറച്ചി കിട്ടിയിട്ട് ഒരു മനുഷ്യൻ മുത്തുനബിക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അല്പം ചോദിക്കാൻ പോയതല്ലേ നമ്മൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ ഇറച്ചി കഴിക്കാനാ? പക്ഷേ റസൂലുള്ളാഹിയാണത് പറഞ്ഞത് പറയുമ്പോൾ അവർക്ക് മനസ്സിൽ പേടിയായി. നേരെ എല്ലാവരും കൂടെ ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, ഞങ്ങളിങ്ങനെ ഇറച്ചി കൊതി തോന്നിയിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇറച്ചി തിന്നിട്ടുണ്ട്. ഇല്ല നബി, ഞങ്ങൾ തിന്നിട്ടില്ല. എങ്കിലൊന്ന് തുപ്പൂ. എല്ലാവരും ഒന്ന് തുപ്പിയപ്പോൾ വായിൽ നിന്ന് പച്ച ഇറച്ചി കടിച്ചതിൻ്റെ ആ രക്തവും അംശവും കൂടെ വായിൽ നിന്ന് വരികയാണ്. സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ കാണുന്നത്? നിങ്ങൾ കഴിച്ചത് സെയ്ദിൻ്റെ ഇറച്ചിയാണ്. നിങ്ങൾ കഴിച്ചത് സെയ്ദിൻ്റെ ഇറച്ചിയാണ്. ഒരാൾ പറഞ്ഞു, അത് കുറ്റായിട്ടൊന്നും തോന്നണില്ല അല്ലേ? പക്ഷേ ഒരു മനുഷ്യൻ്റെ അഭാവത്തിൽ അയാൾ കാണാതെ അയാളെക്കുറിച്ച് പറയാം, മോശം പറയാം, ബാക്കിയുള്ളവർ കേൾക്കുക, അതിനെതിർക്കാതെ കേട്ടിരുന്നു. അവരൊക്കെ ആ ഇറച്ചി പച്ചക്ക് വലിച്ചു കീറുത്തുന്നതിന് സമാനമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പൊരുത്തപ്പെടിച്ചിട്ടാണ് പോയത് അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ വായിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ വായിൽ നിന്ന് തുപ്പിയാൽ മുത്തുനബി പറഞ്ഞതുപോലെ ഒരു ഉമിനീര് പുറത്തേക്ക് വന്നാലുള്ള അവസ്ഥ എന്താണ്? ഈ കോലത്തിൽ നമ്മൾ റമദാൻ എത്ര നോമ്പ് പിടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് പിടിച്ചിട്ട് കാര്യമുണ്ടോ? ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കാതെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആലിമീങ്ങൾക്ക് കൃത്യമായി ദീൻ പറയേണ്ടി വരും. അത് വേറെ ഇത് വേറെ, രണ്ടും രണ്ടായി മനസ്സിലാക്കണം. ചില താത്താന്മാർ കിടന്നിങ്ങനെ ദീനും പറയും, അതിൻ്റെ ഇടയിൽ തുള്ളലും ഉണ്ടാവും. ആ കോലത്തിൽ പേക്കൂത്തുകളൊക്കെ കാണിക്കുമ്പോൾ ആലിമീങ്ങൾ തുറന്നു പറയും. അതാരാണെങ്കിലും പറയണമല്ലോ. അതും ഇതും ഒന്നല്ല. പരസ്യമായി കിടന്ന് അഴിഞ്ഞാടുന്നതിനെ പരസ്യമായി വിമർശിക്കണം. രഹസ്യമായി ചെയ്യുന്ന തെറ്റ് അത് അവരും അല്ലാഹും തമ്മിലായിക്കോളും. നമ്മൾ പോയിട്ട് അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, നാട്ടുകാരുടെ മുമ്പിൽ അവരെ കളിയാക്കാൻ നിൽക്കണ്ട. അവർക്ക് നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുക. പരസ്യമായിട്ടാണോ? എല്ലാവരും കാണുകയാണോ? ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അത് പരസ്യമായി തന്നെ ബോധവൽക്കരിക്കണം. ഓക്കെ. അപ്പോൾ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുറ്റം പറഞ്ഞാൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തേത് കളവ് പറയലാണ്. കളവ് പറഞ്ഞാൽ നോമ്പിൻ്റെ കൂലി ഇല്ലാണ്ടാവും. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കള്ളത്തരമൊന്നും പറയരുത്. നിങ്ങളെ കണ്ട മക്കൾ പഠിക്കണത്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ, ബിൽകുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് ഉമ്മയുടെ ഉപദേശമാണിത്. ഉമ്മ ഒറ്റ ദിവസം കൊണ്ട് ഉപദേശിച്ച് അങ്ങനെ അങ്ങോട്ട് മാറ്റിയതല്ല. ഉമ്മ ഇന്നുവരെ കള്ളത്തരം പറഞ്ഞിട്ടില്ല.
ഉമ്മ കള്ളത്തരം പറഞ്ഞിട്ടില്ല. ആ ഉമ്മയുടെ പൊന്നുമോനാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ. ആ കുഞ്ഞു പിന്നെ എങ്ങനെ നുണ പറയാനാ? അപ്പോൾ നുണ പറഞ്ഞ് ശീലിക്കരുത്, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ച്. അത് അപകടം ചെയ്യും. ഇപ്പോൾ റമദാൻ സമയത്ത് നമ്മൾ നുണ പറഞ്ഞാൽ റമദാൻ നമ്മുടെ നോമ്പ് കൊണ്ടുപോകും. മൂന്നാമത്തേത് ഹറാമിലേക്ക് നോക്കുക. ഹറാമിലേക്ക് ഫോട്ടോയാകട്ടെ വീഡിയോ ആകട്ടെ ഹറാമിലേക്ക് നമ്മൾ നോക്കുക. നടന്നു പോകുന്ന വഴിക്ക് ഒരു ഹറാമായ ഒരു അന്യ സ്ത്രീയെ കണ്ടു, നമ്മളറിയാതെ നോക്കിപ്പോയി. ഓക്കെ, രണ്ടാമത് നോക്കൽ അത് നിഷിദ്ധമാണ്. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ റമദാനിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം കിട്ടൂല. ഇതിൽ ചിലത് സംഭവിക്കുകയാണെങ്കിൽ റമദാൻ ശപിക്കുക പോലും ചെയ്യും. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സ്വബാഹുൽ ഖൈറിലെ മുത്തുമണികൾ നല്ല അടിപൊളിയായിട്ട് നോമ്പ് പിടിക്കണം, ഇഖ്ലാസോടെ നോമ്പ് പിടിക്കണം, അള്ളാഹിൻ്റെ മുത്തഖീങ്ങളാകണം. പടച്ചറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എവിടെ നമ്മുടെ റമദാനിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലിക്കേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. അവൻ്റെ കരുണയുടെ കവാടങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ഖദീജ ബീവിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ആൺമക്കളായിരുന്നു? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, 2 ആൺമക്കളാണ്. ആ മഹത്തുക്കളുടെ മദദ് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. 3330 രൂപയും 33 രൂപയുടെ ഇന്നത്തെ ചോദ്യം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40ാമത്തെ വയസ്സിലാണ്. മക്കയിൽ എത്ര കൊല്ലം അവിടുന്ന് പ്രബോധനം നടത്തി? മക്ക കാലം എത്രയാണ്? നുബുവത്തിന് ശേഷം മക്ക കാലം എത്രയാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ കൃത്യം 5:30 മണിക്കാണ് നമ്മുടെ മജ്ലിസ്. ആരും ഒഴിവാക്കാതെ എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി, ഉസ്താദെ, ഞാൻ 6 വർഷമായി ഞരമ്പ് സംബന്ധമായ രോഗത്താൽ കിടപ്പിലാണ്. ഇബാദത്ത് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അല്ലാഹുവേ, നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ തമ്പുരാനെ. യാ റബ്ബി, നീയാണ് ശിഫ നൽകുന്നവൻ, രോഗം നൽകുന്നവനും നീയാണ്. നീയല്ലാതെ ആരാണ് റബ്ബെ ഷാഫി ആയിട്ടുള്ളത്? ആ സഹോദരൻ്റെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ അസുഖത്തിന് നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടൊരു സഹോദരൻ ഹോസ്പിറ്റലിൽ തലയിൽ മുഴ ബാധിച്ച് ഓപ്പറേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലാഹുവേ, നീ സർജറി എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ തുടങ്ങി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. മക്കളെക്കുറിച്ച് ഓർത്ത് സങ്കടം പറഞ്ഞ മാതാപിതാക്കൾ, എല്ലാവർക്കും നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവർ, പ്രത്യേകിച്ച് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. ഈ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ ബത്തിൽ നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നിന്നിലേക്ക് അടുക്കാൻ നീ സൗഭാഗ്യം നൽകണയല്ല. കടങ്ങളേറ്റെടുക്കണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല. ഒരുപാട് കുട്ടികളാണ് എക്സാമുകൾ എഴുതുന്നത്. ഉന്നത വിജയം നൽകണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. നീ പരിപൂർണ സൗഖ്യം നൽകണയല്ല. പ്രായം ചെന്ന ഉമ്മമാരുപ്പമാരടക്കം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. യാ റബ്ബനാ, ആഫിയത്തുള്ള ദീർഘായുസ് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ
മാതാപിതാക്കൾക്കടക്കം നീ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറിൽ നീ അദാബ് നൽകല്ലേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സുരക്ഷ നൽകണേ അല്ലാ, മാരക അദാബുകളിൽ നിന്ന് കാവലേകണേ അല്ലാ. യാ റബ്ബനാ, നിന്റെ പരിശുദ്ധമായ മക്കയും മദീനയും കാണാതെ നീ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആരെയും പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, സക്കാത്തുകൾ, അതുപോലെ നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് തറാവീഹ്, വിത്ർ, തഹജ്ജുദ് തുടങ്ങി എല്ലാം 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 നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.